ഇനി ലോകമെമ്പാടുമുള്ള മദ്യപാനികളെയും ആരോഗ്യ വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒരു വാർത്തയെക്കുറിച്ചാണ് ഇത് വരുന്നത്. യുഎസിൽ നിന്നുമാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കേട്ടുപോരുന്നൊരു ഡയലോഗാണ് മിതമായ മദ്യപാനം ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ ദിവസവും ഒരു പെഗ് വരെ അടിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ പാടെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. അമേരിക്കയുടെ പുതിയ ഡയറ്ററി ഗൈഡ് ലൈൻസ് 2025-2030 പുറത്തിറങ്ങിയപ്പോൾ അതിൽ മദ്യത്തെക്കുറിച്ചുള്ള ഭാഗം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ പുതിയ മാറ്റം? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ 45 വർഷമായി അമേരിക്കൻ ആരോഗ്യ വകുപ്പ് കൃത്യമായ ഒരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുരുഷന്മാർക്ക് ദിവസം 2 ഡ്രിങ്ക്സ് വരെയും സ്ത്രീകൾക്ക് 1 ഡ്രിങ്ക് വരെയും ആകാമെന്നായിരുന്നു അത്. എന്നാൽ 2026 ജനുവരിയിൽ പുറത്തിറങ്ങിയ പുതിയ ഗൈഡ് ലൈൻസ് ഈ സേഫ് ലിമിറ്റ് പാടെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. പകരം അവർ പറയുന്നത് വെറും 3 വാക്കുകളാണ്: കൺസ്യൂം ലെസ് ആൽക്കഹോൾ, അതായത് കുറച്ചു കുടിക്കുക, അത്ര തന്നെ. എത്ര കുടിക്കാം എന്നതിന് കൃത്യമായ കണക്കില്ല. ഈ ഒരു നീക്കം ഇത് ആരോഗ്യ വിദഗ്ധരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം അളവ് പറയാതിരുന്നാൽ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡറേഷൻ, അതായത് മിതത്വം വ്യാഖ്യാനിക്കും എന്നാണ് അവരുടെ ഭയം. ഈ പുതിയ റിപ്പോർട്ടിലെ ഏറ്റവും വിവാദപരമായ കാര്യം എന്താണെന്നോ? മദ്യപാനവും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന ശക്തമായ മുന്നറിയിപ്പുകൾ പുതിയ ഗൈഡ് ലൈൻസിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ്. മദ്യപാനം ശരിക്കും ബ്രസ്റ്റ് ക്യാൻസർ, ലിവർ ക്യാൻസർ, വായിലെ ക്യാൻസർ തുടങ്ങി 7ഓളം തരം ക്യാൻസറുകൾക്ക് കാരണമാകുമെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. എന്നാൽ പുതിയ അമേരിക്കൻ ഗൈഡ് ലൈൻസിൽ ഈ ഭീഷണികളെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങളില്ല എന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം? പലരും കരുതുന്നത് ഇത് മദ്യവ്യവസായ ലോബികളുടെ ഇടപെടൽ മൂലമാണ് എന്നാണ്. എന്നാൽ ഗവൺമെന്റ് വക്താവായ ഡോക്ടർ മെഹമ്മദ് ഓസ് പറയുന്നത് മദ്യപാനം ഒരു സോഷ്യൽ ലൂബ്രിക്കന്റ് ആണെന്നും ആളുകൾ ഒത്തുചേരാനും സന്തോഷിക്കാനും ഇത് സഹായിക്കുന്നു എന്നുമാണ്. ഡേറ്റയേക്കാൾ ഉപരിയായി സാമൂഹികമായ വശങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. റോബർട്ട് എഫ് കെനഡി ജൂനിയറിന്റെ നേതൃത്വത്തിൽ മേക്ക് അമേരിക്ക ഹെൽത്തി അഗെയിൻ, അമേരിക്കയെ വീണ്ടും ആരോഗ്യകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾക്കും പഞ്ചസാരയ്ക്കും എതിരെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന അതേ റിപ്പോർട്ട് തന്നെ മദ്യത്തിന്റെ കാര്യത്തിൽ ഇത്രയും ലിബറൽ ആയത് എങ്ങനെയാണ് എന്ന് എല്ലാവരും ചോദിക്കുകയാണ് ഇപ്പോൾ. ഇനി ഈ പറഞ്ഞ പുതിയ ഗൈഡ് ലൈൻസിലെ പ്രധാന പോയിന്റുകൾ എന്ന് നോക്കാം. മദ്യപാനം പരിമിതപ്പെടുത്തുക, പക്ഷേ അളവ് നിശ്ചയിക്കില്ല. ഗർഭിണികൾ, മരുന്നുകൾ കഴിക്കുന്നവർ, മുൻപ് അഡിക്ഷൻ ഉണ്ടായിരുന്നവർ എന്നിവർ മദ്യം പൂർണ്ണമായും ഒഴിവാക്കണം. മദ്യപാനത്തെ വെറും ഒരു ശീലമായല്ല, മറിച്ച് ആളുകൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാനുള്ള ഒരു ചടങ്ങായി കാണണം എന്നൊക്കെയാണ്. അമേരിക്കൻ ഗൈഡ് ലൈൻസ് മാറി എന്ന് കരുതി മദ്യം പെട്ടെന്ന് ഒരു ഹെൽത്ത് ഡ്രിങ്കായി മാറുന്നില്ല എന്നതാണ് വാസ്തവം. ലോകാരോഗ്യ സംഘടന ഇപ്പോഴും പറയുന്നത് നോ ലെവൽ ഓഫ് ആൽക്കഹോൾ ഇസ് സേഫ് ഫോർ അവർ ഹെൽത്ത് എന്ന് തന്നെയാണ്. അതായത് ഒരു തുള്ളി മദ്യം പോലും ശരീരത്തിന് ഗുണകരമല്ല എന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ ഈ വാർത്ത തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കക്കാർ പോലും പറഞ്ഞു അളവ് നോക്കാതെ കുടിച്ചോളാൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. സയൻസ് ഇപ്പോഴും പറയുന്നത് മദ്യം കരളിനെയും ഹൃദയത്തെയും മസ്തിഷ്കത്തെയും കാര്യമായി ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ പുതിയ നയം മദ്യപാനത്തെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗവൺമെന്റ് ഇനി നിങ്ങളുടെ ഗ്ലാസ്സിലെ അളവ് പരിശോധിക്കില്ല, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയാകും. മിതത്വം എന്നത് ഓരോരുത്തരുടെയും യുക്തിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. എന്തു തന്നെയാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എപ്പോഴും സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് മദ്യം ഒഴിവാക്കുന്നത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.